Daddy? Mommy? Daddy? Mommy? Daddy? Mommy? Daddy? Mommy? തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തിന്? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ. ഞാനുള്ളപ്പോ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി കൊടുത്ത കയ്യാണ്. പിന്നെ മോള് സ്കൂൾ വിട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ? നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ Hi, Auntie. Did you see the film Messi on TV? Did you like it? Oh, that old man with long hair and big mustache was simply superb, no, Auntie? What is his name? My name is Kanjana. Oh no, I'm talking about that actor. മോള് വേഗം മുമ്പോട്ട് നടക്ക. He's a British actor, remember? My husband waiting. What is your husband, Auntie? Husband is Sukumaran. I know that. What is he? No, no. No, what no? മോള് വാ, വേം വാ. Hi, Kanchi. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരായിരുന്നു. അത് പിന്നെ കണ്ടാലറിഞ്ഞൂടെ? Hi, Mom. Get me something to eat. I feel so hungry. ആദ്യം പോയി കുളിക്ക്. ഐ ആം കമ്മിങ്. കാഞ്ചി, നീ വന്നേ. ഞങ്ങളെ ആ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചി ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചുമപ്പ് മാരുതി അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചാലും കാണാൻ പറ്റൂല. ഗ്ലാസ് മുഴുവനും പേപ്പർ ഒട്ടിച്ചിരിക്കല്ലേ. ലക്ഷ്മണൻ കോൺട്രാക്ടറുടെ കാറാ അത്. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ ഡിന്നറിന് കൊണ്ടുപോവാ. കോൺട്രാക്ടറിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്, അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ? ഈ കോളനിക്കല്ലേ എന്റെ ചീത്ത പേര്? നമ്മളെ പോലെ അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരപമാനമാ സ്ത്രീ. അത് ശരിയാ. സുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരക്കണോ വറക്കാതിരിക്കണോ? പരുത്തരച്ചോളൂ തങ്കു. തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ. ഓക്കേ. Come to the point. Mom, are you coming or not? ഐ ആം കമ്മിങ് ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ച് കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ നീ പോയ സ്ത്രീയുടെ പൂർവ്വചരിത്രം വല്ലതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജീജി. അയ്യോ, ഒറിജിനൽ പേര് ജീജി എന്നൊന്നും അല്ല, ഏലിയമ്മ. പാവം ചൈനക്കാരൻ സ്വത്തും പോയി ജീവനും പോയി. വശീകരിച്ചെടുത്തതാ. സിംഗപ്പൂരിൽ ചെന്നാലേ ഇവിടെ തൂക്കിക്കൊല്ലും. ആണോ? കൊള്ളാം. ഭർത്താവെന്ന് പറഞ്ഞ ആ കോമാളിയില്ലേ, അവൻ ബോംബെയിൽ ഏതോ ഒരു ഹോട്ടലിൽ ബോയ് ആയിരുന്നു. ഇവൾ ഒളിച്ചു താമസിക്കുമ്പോ കൂടെ കൂടിയതാ. ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ. ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണത്? അയ്യോ സുഖമായിട്ട് ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓട്ടെ ചേച്ചി, പിന്നെ വരാം. ഒന്ന് ഞങ്ങൾ തല്ലാൻ മതിയെന്ന്. ഇപ്പോഴോ? ഹായ്, ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ? അയ്യോ, എനിക്ക് സന്തോഷായി. മോളെ, നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കേറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. 4 ആള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട് കാർ? ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് വേണ്ട, മേസരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി
ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി. ആ ഇതിനോടൊക്കൂല. ദേ ഞങ്ങള് പുതിയ കാർ വാങ്ങി. പുതിയതല്ല. അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടി അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ. ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. മേസ്ത്രി, ഏയ് ഗോൾ. മേസ്ത്രി ഇങ്ങോട്ട് വന്നേ. മേസ്ത്രി ഇങ്ങോട്ട് ഉയ് വന്നേ. കൊച്ചം. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് വരാട്ടെ, അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്. എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റും. പറ്റൂല പറ്റൂല പറ്റൂല. സുഖേട്ട, 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 നമ്മുടെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം. ഇപ്പഴാ? ഈ രാത്രിയിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം തുറന്നു വെച്ചിട്ടുണ്ടാവോ? രാത്രിയിലത്തെ കാര്യമല്ല, അടുത്ത ജൂണിൽ സ്കൂൾ തുറക്കുമ്പോ. ആഹാ, അതിന് ഇനിയും സമയം കിടക്കല്ലേ. ഞാനങ്ങ് പേടിച്ചു പോയി. പാതിരാത്രിയിൽ വിളിച്ചുണർത്തി പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞ. പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ മോളെ ഇനി മലയാളം പഠിപ്പിക്കുകയേ വേണ്ട, ഇംഗ്ലീഷ് മാത്രം മതി. എന്റെ അച്ഛൻ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാത്തതിന്റെ ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോക്ക് എന്റെ ഗതി വരരുത്. ഏത് ഭാഷയും പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് അമേരിക്കക്കാരൻ എഴുതിയ നോവലും കക്ഷത്ത് വെച്ച് നടക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമൊന്നല്ല. മലയാളവും പഠിക്കണം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ അത് വളരെ അത്യാവശ്യം. വേണ്ട, എന്റെ മോൾ ഇംഗ്ലീഷ് പഠിച്ചാ മതി. എനിക്ക് ഉറക്കം വരുന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈറ്റ് അണക്കി. എന്താ കുഞ്ഞെന്താ കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു? ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? നിർത്ത് നിർത്ത്. മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ. സമയമില്ലെന്നേ. ഓ മേസ്ത്രി ഇറങ്ങി. കേറ് മോളെ. എടുത്തോട്ട് പോട്ടെ മേസ്ത്രി. മോളുടെ സ്കൂളിലേക്ക് വലത്തോട്ടല്ലേ പോണ്ടത്? നമുക്ക് എടുത്തോട്ട് വിട്ട് ചുറ്റി സ്കൂളിലെത്താം. എന്തിനാ അങ്ങനെ ചുറ്റുന്നത്? കാര്യമുണ്ട് സുഖേട്ടാ, നമ്മുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ. പോട്ടെ മേസ്ത്രി. എവിടെ കാണുന്നു? പോട്ടെ മേസ്ത്രി. എടുത്തോട്ടോ വലത്തോട്ടോ? എടുത്തോട്ട് തന്നെ. ആ പോട്ടെ. മേസ്ത്രി ആ കടയുടെ മുമ്പിൽ ഒന്ന് നിർത്തേ. എന്തിന്? ആ നിർത്ത് നിർത്ത് നിർത്ത്. നിർത്താന്ന്? നിർത്ത് ഇവിടെ തന്നെ. എന്തിനാ? ഒരു മിനിറ്റ് സുഖേട്ടാ, എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനം നോക്കുന്നുണ്ട്. നോക്കട്ടെ. വാ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് വയ്ക്കാൻ. ആ. ബാഗ് ദാ. ഇറക്കം ഇത്രയും മതിയോ? ആ മതി. കാഞ്ചന സമയമില്ലട്ടാ. കുറച്ച് കാത്തു നിന്നൂടെ? ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ? മമ്മി ദാ ചെറിയച്ഛൻ. മിണ്ടായിരിക്കും അവിടെ. തുണി എവിടെ? ഏ? തുണി ആ തുണി ഇപ്പൊ കൊണ്ടുവരാം.
വണ്ടി വിട്ടോ. നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറും ഒക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. എന്ത് സ്റ്റാർട്ടാവുന്നില്ല, സ്റ്റാർട്ടാവുന്നില്ല. ഈശ്വരാ, ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നാണക്കേടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളേണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? ഈശ്വരാ, ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? ചേച്ചും കൂടി ഇറങ്ങി തള്ളേണ്ടി വരുന്നാ തോന്നണേ. പറ്റില്ല, അങ്ങനെ നാണക്കേടാ എനിക്ക് വയ്യ. നല്ലപോലെ ആഞ്ഞി തള്ളു സാറേ. സൂപ്പർവൈസർ സുകുമാരനോടൊന്നോ? ഇല്ല സാർ. ഇല്ലേ? ഇല്ല, വന്നില്ല. ആ മേസ്ത്രിയോ? രണ്ടുപേരും കണ്ടില്ല. യൂസ്ലെസ് ഫെലോസ്. ഒരു ഉത്തരവാദിത്വ ബോധമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുള്ള ദിവസമാണ്. യവന്മാർ ഇത് എവിടെ പോയി കിടക്കുന്നു? സ്റ്റാറിങ് നേരെ പിടിക്കും. ഓ, ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. ലെഫ്റ്റ്, ലെഫ്റ്റ്, റൈറ്റ്. എന്റെ അമ്മേ, സാറേ അനാവശ്യമായിട്ട് സ്റ്റാറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണത്തെ. എന്താ പറിച്ചിട്ടാണല്ലോ പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? വണ്ണാൻ കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെന്ന് നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ, ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടോളൂ? കാല് മാറ്റി. പതുക്കെ പതുക്കെ. നിങ്ങളുടെ വിടാതാ. സന്തോഷം. പിടിച്ചു. പിടിച്ചു. സാറേ, എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊണേ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ഓ, കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ ഇടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ.
അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. എന്റെ ഈശ്വര, ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ദേ, ഞാൻ 2 ആളോടും കൂടിയിട്ടാ പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കളിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ, തെറ്റ് എന്റെ അടുത്താണ്. എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിക്ക്, നടന്നോളൂ. ആ, എന്താ ഉണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാറ് നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ എന്നാ. വാ ചേട്ടാ. വരട്ടെ. ഓ, വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. ഷട്ടപ്പ്. 2 കൂടെ എന്നെ തുലയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വർക്ക് സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും. സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. മഹാഭൂഷാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഒട്ടും സമയമുണ്ടായിട്ടല്ല. പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ KG പൊതുവാ. ഡാൻസ് മാസ്റ്റർ. അതെ. വരൂ, ഓ, ഇരിക്കൂ. ഒരു മാസം മുമ്പാ സുലിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോ എന്റെ മോക്ക് 1ാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം. അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, സാറ് വിചാരിച്ചാ നടക്കും. നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ഉറപ്പ് തരണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു. അത് മതി. എന്താ പേര്? മൈ നെയിം ഈസ് കാഞ്ചന. കാഞ്ചന. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവിക്ക് തെറ്റി. ഈ ബന്ധനം മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ. വരുന്നു മമ്മി. എത്ര കുട്ടികളുണ്ട്? ഇവളേ ഉള്ളൂ. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ? മോള് വാ. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ, സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. ഇപ്പോഴത്തെ കാല മാഷന്മാര് മുടി നീട്ടാറില്ല. അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. മോള് വരൂ. വേണ്ട മമ്മി. വേണം. അനുസരണക്കേട് കാണിച്ച് അടിച്ച് പുറം പൊളിക്കും ഞാൻ.